നിങ്ങൾ ചുറ്റോടുള്ളവർ പോലും നിങ്ങൾ വിചാരിക്കൊണ്ടല്ല നിങ്ങളെ കാണുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഭയങ്കര ബ്രദർലി ലുക്കാണ്, ഫ്രണ്ടാണ്. ഒരിക്കലുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളെ വിജയം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പെൺപിള്ളേർ വഴങ്ങി കൊടുക്കാതെ അവർ ചോദിക്കുന്ന സമയത്ത് ആൺപിള്ളേർ ചോദിക്കും. താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ നീ എനിക്ക് തരാൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാ എന്ന് പറയാനുള്ള ബോധം പെണ്ണിന് വേണം. ഒരു ലേഡിയുടെ മാത്രമേ നമ്മൾ ഏറ്റവും ക്രൂഷ്യലായിട്ട് കേട്ടിട്ടുള്ളൂ, അത് ജോളിയുടെയാണ്. ആ കേസ് തന്നെ അവർ വേറെ കാര്യമുണ്ട്, സാമ്പത്തികമാണ് അവിടുത്തെ. സാമ്പത്തിന് വേണ്ടി അത് ഊരി പോകുമായിരിക്കും, അത് വേറെ കാര്യം. ഞാൻ പ്രേമിച്ച പെൺപിള്ളേരൊന്നും എന്നെ തേച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ പറ്റില്ല. ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നമുക്ക് ഈ ബന്ധം മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. പ്രേമിക്കുന്ന ആളാണെങ്കിൽ പോലും ചുറ്റുപാടുള്ളവരാണെങ്കിൽ പോലും അവർ കാണുന്ന പോലല്ല അവരെ പലതും കാണുന്നത്. ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചുറ്റുപാടുള്ളവർ പോലും നിങ്ങൾ വിചാരിക്കൊണ്ടല്ല നിങ്ങളെ കാണുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഭയങ്കര ബ്രദർലി ലുക്കാണ്, ഫ്രണ്ടാണ്. ഒരിക്കലുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളെ വിജയം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ എത്ര പേരെ നിങ്ങൾക്ക് അറിയാം, ഒരേ സമയത്ത് ഒരു പെണ്ണിനെ വീഡിയോ കോളിലും ചെവിയിലും ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ അധപ്പതനമല്ലേ? അതെ, ഞങ്ങളുടെ അധപ്പതനമാ. അതുകൊണ്ടല്ലേ ഇത്രയും അതപ്പതിച്ചത് കൊണ്ട് അതപ്പതിച്ച ഒരാൾ ഞാൻ വന്നു പറഞ്ഞു എനിക്ക് ഇനിയും ചീറ്റ് ചെയ്തൂടെ എത്ര പേരെ. ഞാൻ പറഞ്ഞു തരുന്നത് എന്താ, എനിക്ക് തോന്നിട്ട് ഞാൻ പറഞ്ഞു തരുവാ. ഞാനിത് പറഞ്ഞു തരുന്നതിലൂടെ, ഈ വോയിസ് പുറത്തു പോകുന്നതിലൂടെ 10 പെൺപിള്ളേർ കേട്ടിട്ട് മനസ്സിലാക്കുക. ശരിയാണ്, നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ഈ രീതി നമ്മൾ നോക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലായി. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊരു പ്രശ്നമാകുമ്പോഴല്ലേ അത് നമുക്കൊരു നമ്മളതിനെപ്പറ്റി ബോധേഡ് ആകുമ്പോഴല്ലേ നമ്മളതിനെപ്പറ്റി. ഇപ്പം ഇക്കടെ നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞു, അതുപോലെ അവര് അത് നിങ്ങൾ ഈ പറയുന്ന ഇപ്പം ഇപ്പൊ ഇത്രയും പറഞ്ഞു, എന്നെ പോലൊരു ഗേൾ ഇത് കേൾക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇച്ചിരി ബോധം ഉണ്ടെന്നും എനിക്ക് തോന്നിയിട്ടാണ് ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങളല്ലല്ലോ, ഇത് ക്യാമറ എന്ന് പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. മനസ്സിലായി. ഇത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് 10-40 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 20 വയസ്സുള്ള മക്കളുള്ള അമ്മമാർക്ക് ഞാൻ പറഞ്ഞ കണക്ട് ആവും. നിങ്ങൾ പറഞ്ഞ അമ്മാവൻ വൈബിലേക്ക് ഞാൻ എത്തിയെന്ന് പറഞ്ഞില്ലേ? അല്ലല്ല, എനിക്കറിയാം ഞാൻ അമ്മാവൻ വൈബാണ്. അല്ല, അതങ്ങനെ ചിന്തിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഈ ചിന്താഗതിയാ എനിക്ക് ആ ഒരു പ്രായത്തിലുണ്ടാവുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ചിന്തിക്കുന്ന എനിക്കൊരു മോനുണ്ടായിരുന്നെങ്കിൽ, ഒരു മോനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചു തുടങ്ങും. നമ്മളിപ്പോൾ പറയത്തില്ല ഒരു കുഴപ്പമില്ല നമുക്ക് അങ്ങനെ. പക്ഷെ നമ്മൾ ആ സമയത്ത് ചിന്തിക്കുന്നത് പറഞ്ഞാൽ ഇത് കണ്ടല്ലോ ഞാൻ കുറെ അവിടെ സംഭവിക്കുന്നത് കണ്ടല്ലോ. ഒരാൾ നിങ്ങൾ എടുത്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു കണ്ണിൽ ഫ്രണ്ട് എന്നായിരിക്കും കാണുന്നത്. പക്ഷെ അതല്ലാന്ന് നമുക്ക് ഇപ്പുറത്തൊന്ന് കണ്ടത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാവരും അങ്ങനെയൊന്നും അല്ല. നമുക്ക് ഇവൻ അങ്ങനെയും കൂടെ കരുതാവും ചിന്തി കുഴപ്പമുണ്ടോ? അതായത് ഇവൻ നമ്മളെ ഫ്രണ്ടായിട്ട് മാത്രമല്ല, സഹോദരനായിട്ട് മാത്രമല്ല എന്ന് കരുതിയാൽ നമുക്ക് കുഴപ്പമില്ല ഉണ്ടോ? കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കാൻ തയ്യാറാവത്തില്ല. അവൻ നല്ലതായിരിക്കും എന്ന് തന്നെ ചിന്തിക്കും. മറ്റൊരു ചിന്തയും കൂടെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പക്ഷെ അതില്ലെന്നാ പറഞ്ഞ പലർക്കും. അത് പലർക്കും ഇല്ലായിരിക്കും. ഞാനിപ്പം ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എൻ്റെ ഈ സർക്കിളിലുള്ള ആൾക്കാരാണെങ്കിലും ബോധഡല്ല കൂടുതലും. ലൈക്ക് നമ്മൾ എല്ലാത്തിലും തലവെക്കാൻ പോകുമ്പോഴത്തേക്കാണ് പ്രശ്നം. ഇപ്പൊ ഈ പറഞ്ഞ നെഗറ്റീവ് കമന്റ്സ് നമ്മൾ തലയിലോട്ട് എടുക്കുമ്പോഴാണല്ലോ അത് നമുക്കൊരു പ്രശ്നമായി മാറും. അത് പ്രശ്നമാവാത്ത എന്താ അറിയോ, നമുക്ക് വട്ടത്തിൽ വളഞ്ഞിരുന്ന് ഇങ്ങനെ കമന്റ് വരണം. ആ സമയത്ത് നമ്മൾ ചിന്തിക്കും. അത് പലരും, അതായത് വീട്ടിൽ നിന്നും അവിടുന്ന് ഫ്രണ്ട്സും എല്ലാം നമുക്ക് ഇതെടുത്ത് അയച്ചേരിയും കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ചിന്തിക്കാൻ തുടങ്ങും ചില സമയത്ത്. അതെല്ലാം നിങ്ങൾക്ക് അതിനപ്പുറം കടന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നം വരത്തില്ല. അപ്പൊ ഞാൻ അപ്പുറം കടന്നു, എനിക്ക് എത്ര നെഗറ്റീവ് വന്നാലും പ്രശ്നമില്ല. പക്ഷെ അതിലൂടെ കടന്നു പോകാൻ പറ്റൂ, അല്ലേ? ഇത് കണ്ടേ കടന്നു പോകാൻ പറ്റൂ. നിങ്ങൾ പറയുന്ന കൊണ്ട് നമ്മൾ അതിലൂടെ സഞ്ചരിച്ച് അപ്പുറത്ത് എത്താൻ പറ്റൂ. പെട്ടെന്ന് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. മനസ്സിലായി ഞാൻ പറഞ്ഞത്? നമ്മൾ ഇതിലൂടെ എല്ലാം സഞ്ചരിച്ച് തന്നെ പോകണം. അപ്പൊ നിങ്ങൾ പറയുന്നത് എന്താ, അങ്ങനെ എന്തിനാ, അത് വേണ്ടാലോ, അങ്ങനെ മാറിക്കൂടെ എന്നാ പറയുന്നത്. സമൂഹത്തിന് മാറിക്കൂടെ, ആണുങ്ങൾക്ക് മാറിക്കൂടെ? അത് പ്രോസസ്സിലൂടെ മാറും. അത് രണ്ടുപേരും ഒരുപോലെ ചെയ്യേണ്ട കാര്യമല്ലേ? അല്ല, അതാ ഞാൻ പറയുന്നത്. പെണ്ണുങ്ങൾ ഇത് അത്രയും പ്യുവർ അല്ല ആണുങ്ങൾ. അതെനിക്ക് അതിനകത്ത് ഉത്തരം പറയാനുള്ളൂ. ഞാൻ എത്രത്തോളം ഉടായിപ്പാന്ന് എനിക്കറിയാം. അപ്പൊ അത് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുന്നില്ല. ഞാൻ ചേഞ്ച് ചെയ്തോണ്ടല്ലേ എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റുന്നേ. അല്ല, ഉടായിപ്പായിരുന്നു എന്ന് എനിക്കറിയാം. സോറി, അത് ചേഞ്ച് ചെയ്തോണ്ടല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നേ. കുറ്റപ്പെടുത്തുമല്ല, പെൺപിള്ളേർ പൊട്ടികളാ. നിങ്ങളുടെ ക്ലോസ് സർക്കിൾ ഒരാൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയി കഴിഞ്ഞാൽ ചിന്തിക്കത്തില്ല അവരെ പറ്റി, നല്ലത് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അതാ ഏറ്റവും വലിയ കുഴപ്പം. അത് ഞാൻ പറഞ്ഞ അവിടെ മനസ്സിലാക്കുന്നില്ല. നിങ്ങളിപ്പോ ഒരാളെ പ്രേമിക്കാൻ എനിക്ക് തോന്നിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രായം അതായിരുന്നു. എന്റെ 22, 23 വയസ്സ്, 24 വയസ്സിലാണ് ഞാൻ ഇങ്ങനെ പ്രേമിച്ചിട്ടുള്ളൂ. അപ്പൊ എനിക്കൊരു പക്വതയില്ല. എനിക്ക് എന്തും പ്രേമിക്കാൻ നടക്കാൻ ഒരു കാര്യമില്ല. ഞാൻ കല്യാണത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല, ആരും കെട്ടാന്ന് പറഞ്ഞിട്ടില്ല. എനിക്കപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് അതിൽ നിന്ന് കടന്നു വന്നോണ്ട് എനിക്ക് മനസ്സിലാവുന്നേ. ആ ഒരു ഇപ്പൊ പിള്ളേർ വിളിക്കും, എന്നിട്ട് പെൺപിള്ളേർ പറയും ഞങ്ങൾ ഭയങ്കര പ്രേമത്തില്ല, കെട്ടണം. ഇപ്പൊ എത്ര വയസ്സായി മോളെ? 18 വയസ്സായി. എനിക്കിപ്പോ ചിരിയാ വരുന്നത്. എന്റെ അടുത്ത ആഴ്ച ഞാൻ മോളെ ശരി ഇപ്പൊ വെക്ക്, നടക്കത്തില്ല നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ 2 മാസം കഴിഞ്ഞ് വിളിക്കും, ചേട്ടാ അത് പൊട്ടി, അടുത്ത് വന്നെന്ന് പറയും. ഇത് സ്വാഭാവികമാണ്. അത് ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ജോലിയൊക്കെ ആയി, നമുക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് ഒക്കെ ആയി, നമുക്കൊരു തോന്നൽ വരും ഇവരെ നമുക്ക് കെട്ടാം. ആ സമയത്തുള്ള പ്രേമങ്ങൾ മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അല്ലാത്ത കേസിൽ ഈ പറയുന്ന കൂട്ട് നമ്മളെ പ്രേമിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലി അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞില്ല, മനുഷ്യൻ പോളിഗമിയാണ്. അപ്പൊ അതിൻ്റെതായ രീതിയിൽ സെക്ഷൽ യൂസ് ആണ് പലർക്കും ഉള്ളത്. ഒരു പെണ്ണിൻ്റെ അടുത്ത് വരുമ്പോൾ പലരും കരുതുന്നതാ കല്യാണം കഴിച്ച വേണമെങ്കിൽ പറയാൻ വേണ്ട, ഒരുത്തം വന്നിട്ടുണ്ട് അവൻ്റെ ഉദ്ദേശം അത് തന്നെ. ഇവിടെ പ്രേമം കൊടുക്കലോ ഒന്നുമല്ല. ഞാൻ വേറെ പെണ്ണുങ്ങൾ പ്രേമം കൊടുത്തൂടെ,
കല്യാണം കഴിഞ്ഞ് ഭാര്യയൊക്കെ ഉണ്ട്, കെട്ടിയം ഗൾഫിലൊക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ വരുന്നത് എന്താ, അല്ലെങ്കിൽ കെട്ടിയം പട്ടാളത്തിലാണെന്ന് വരുന്നത് എന്താ, ഇവിടെ സേഫാ. അപ്പോ എന്താ നമ്മൾ പറയാ, കഴിഞ്ഞു കഥ കഴിഞ്ഞു. ഞാൻ മറ്റേ നമ്മൾ വിചാരിക്കുന്നോട്ടല്ല പലരും, അത്ര മാത്രമേ ഉള്ളൂ അതിനകത്തെ കാര്യം. അതൊക്കെ അതിനാണ് ഞാൻ സമ്മതിക്കുന്നത്. ഇപ്പം ഒക്കെ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഓപ്പണാ, പറഞ്ഞില്ലേ, ഞാൻ നല്ലവരാണെന്നും പറയുന്നില്ല. ഒരു പ്രായത്തിൽ, അതായത് എല്ലാവരും പ്രേമിക്കുന്ന പ്രായത്തിൽ ഞാൻ കുറെ പ്രേമിച്ചിട്ടുണ്ട്. ഞാൻ പ്രേമിച്ച പെൺപിള്ളേരൊന്നും എന്നെ തേച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ പറ്റില്ല. ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ വിളിച്ചിട്ട് പറഞ്ഞ് ഇനി നമുക്ക് ഈ ബന്ധം മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. അവൾ ആ വഴിക്ക് പോവുകയും ചെയ്തു. അല്ലാത്ത കേസിലൊക്കെ ഞാൻ തന്നെ ആയിരിക്കും. അപ്പം പിള്ളേരൊന്നും തെറ്റുകാരാന്ന് ഞാൻ പറയത്തില്ല. എൻ്റെ ആ പ്രായത്തിൽ ഞാൻ പ്രേമിച്ചു. ആരെയും ഞാൻ കിട്ടാമെന്ന് വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല, എനിക്കത് പറ്റിയില്ല. ആ ഒരു പ്രായത്തിൽ ഞാൻ പറയാം 10, 22, 23 വയസ്സത്തെ കാര്യം ഞാൻ പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് പെൺപിള്ളേർ പാവങ്ങളാണ്. നമ്മൾ ചൂഷണം പലരും തേച്ചിട്ട് പോയി എന്ന് പറയത്തില്ലേ, ഇന്നത്തെ പെൺപിള്ളേർ ചിലപ്പോൾ അങ്ങനെ തേക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ആത്മാർത്ഥമായ പ്രണയം ആയിക്കഴിഞ്ഞാൽ അങ്ങനെ തേക്കാനൊന്നും പറ്റത്തില്ല. അത് പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് കെട്ടാൻ പറ്റാത്ത കേസ് വരുന്നതേ ഉള്ളൂ. എനിക്കത് മനസ്സിലായതുകൊണ്ട് ഞാൻ ഈ സംസാരിക്കുന്നത്. അതായത് ഞാൻ കാരണമാണ്, പക്ഷെ ഇന്ന് ഞാൻ അതിൽ നിന്ന് മെച്ചുവർ ആയെന്ന് പറയാൻ ഞാൻ അതിൽ നിന്നാണ് ചിന്തിക്കുന്നത്, ഞാൻ അതിൽ നിന്നാണ് പഠിച്ചത്. എൻ്റെ ലൈഫ് കൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്നത് പല കാര്യങ്ങളും. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് പെൺപിള്ളേരെ ഇഷ്ടപ്പെടാൻ കാര്യം അത് തന്നെ. അങ്ങനെ പറയാൻ കാര്യം അതാ. ചൂഷണം ചെയ്യപ്പെടരുത്, ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത കേസുകളെല്ലാം പറഞ്ഞത് ചൂഷണത്തിന് ഇരയായ പെണ്ണുങ്ങളാണ്, ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇരയായിട്ടുള്ളത്. നമ്മൾ ഒത്തിരി കേസുകൾ കേട്ടിട്ടുണ്ട്. ഒരു ലേഡിയുടെ മാത്രമേ നമ്മൾ ഏറ്റവും ക്രൂഷ്യലായിട്ട് കേട്ടിട്ടുള്ളൂ, അത് ജോളിയുടെയാണ്. ആ കേസ് തന്നെ അവർ വേറെ കാര്യമുണ്ട്, സാമ്പത്തികമാണ് അവിടുത്തെ. സാമ്പത്തിന് വേണ്ടി അത് ഊരി പോവായിരിക്കും, അത് വേറെ കാര്യം. അത് പിന്നെ സൈക്കോയാ, അങ്ങനത്തെ മൈൻഡാ. ബാക്കി കേസുകളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള പെൺപിള്ളേരെ ചൂഷണം ചെയ്തിട്ടുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മൊത്തം. പെൺകുട്ടികൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട്, പെൺകുട്ടികൾ സ്ട്രോങ് ആണ്. പക്ഷെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കാൻ പലപ്പോഴും കരുതുന്നില്ല. നമുക്കൊരു റിലേഷൻ വരുവാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ബന്ധങ്ങൾ എത്രത്തോളം നമ്മളെ ഏത് തരത്തിലാണ് വരുന്നത്. പലപ്പോഴും ബന്ധത്തിൽ ഈ പറയുന്ന തൊട്ട് പ്രേമിച്ച ഉടനെ സെക്ഷൽ റിലേഷൻഷിപ്പിന് ആവശ്യപ്പെടുമ്പോൾ പ്രേമത്തിന് അതിൻ്റെ ആവശ്യമില്ല, ഒരു കാരണവശാലും ആവശ്യമില്ല. പെൺപിള്ളേർ വഴങ്ങി കൊടുക്കാതെ അവർ ചോദിക്കുന്ന സമയത്ത് ആൺപിള്ളേർ ചോദിക്കും. താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ നീ എനിക്ക് തരാൻ തന്നെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാ എന്ന് പറയാനുള്ള ബോധം പെണ്ണിന് വേണം. അതിനപ്പുറത്തേക്ക് നീ കാരണം നീ ഇല്ലാതെ പറ്റത്തില്ല. ഇഷ്ടം ഉണ്ടാവാൻ നിൽക്കത്തില്ലേ അവൻ. അത് നിന്റെ ശരീരം തരാതെ നിൽക്കുവാണെങ്കിൽ നീ പോവാന്ന് പറയാം, ഞാൻ പോവാന്ന് പറയാം, അവൻ പിന്നെ എന്ത് ബന്ധമുള്ളത്? അങ്ങനെ പറയുന്നത് പെണ്ണും മടിക്കും. പക്ഷെ അവിടെയാണ് ആണുങ്ങളുടെ മിടുക്ക്. കാര്യം അവൻ അത് ചോദിച്ച് മേടിച്ചെടുത്തിരിക്കും. പക്ഷെ അതിൽ ഓവർകം ചെയ്യുന്ന രീതി പെൺപിള്ളേർ മാറണം. കൊടുക്കരുത്, സാമ്പത്തികമായിട്ട് കൊടുക്കണം. താല്പര്യമുള്ള സ്ത്രീകളുണ്ടെങ്കിലോ കൊടുക്കണം. എന്റെ ദൈവമേ, നമ്മളിവിടെ നടന്നിട്ടൊന്നും കിട്ടിയില്ല. ശരിയപ്പോ അല്ലാതെ അത് കൊള്ളാലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. പെണ്ണിന് താല്പര്യം ഉണ്ടെങ്കിലോ അതല്ല ഞാൻ നോർമൽ ചോദ്യമല്ല ഞാൻ ചോദിച്ചത്. അതിന് കൊടുക്കണം. അത് ഞാനിപ്പോ കണ്ടത്, ഇപ്പം എനിക്കറിയില്ല, ഇപ്പൊ പൊതുവെ ഗേൾസിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഗേൾസ് ഒരുപാടുണ്ട്. അപ്പോ അത് ഉണ്ടെന്ന് പറയുന്നില്ല, എന്റെ അടുത്ത് വരുന്നില്ല ഒന്നും. എന്റെ അടുത്ത് കുറെ ആണുങ്ങൾ വരും, എന്നിട്ട് മെസ്സേജ് അയക്കും, ചേട്ടൻ ജിമ്മിൽ പോവാറുണ്ടോ, 6 പാക്ക് ഒന്ന് കാണിക്കോ, ചെസ്റ്റ് ഒന്ന് കാണിക്കോ, ബൈസ് ഒന്ന് കാണിക്കോ, റൂം എടുത്താൽ വരുമോ. ഇത് ആണുങ്ങൾ മാത്രം. പെണ്ണുങ്ങൾക്ക് എന്താ വന്നാല് ഇൻട്രസ്റ്റ് ഉള്ള പെണ്ണുങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് ഒരെണ്ണം വരുന്നില്ല. ചുമ്മാതെ ഇത് മൊത്തം ശരി. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യണ്ടേ? ഇന്നലെ മെനങ്ങാൻ വൈൻഡപ്പ് ചെയ്യാൻ വൈൻഡപ്പ് ചെയ്ത് എന്താ വിജയഗാഥ എന്നല്ല പറയുന്നത്, എന്താ എന്ത് കഥ, ജീവിത കഥ ഇവിടെ വരെ എത്തി. ഞാൻ പക്ക ഫേക്കാ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ. എവിടെ നിൽക്കണമെന്ന് എനിക്കറിയാം. ബിഗ് ബോസ് മെറ്റീരിയൽ ആണല്ലേ? അല്ലല്ല, ബിഗ് ബോസ് കിട്ടിയ പോവോ? വേറെ പണിയൊന്നും ഇല്ല.